ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ നിങ്ങളെ ഇന്നൊരു കാര്യം പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇത് കണ്ടോ, 2 പാസ്ബുക്ക്. ഇത് നമ്മുടെ 10 വയസ്സിന് താഴെയുള്ള പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ഓഫീസിൽ തുറക്കാൻ പറ്റിയ ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു സ്കീം, അതിൻ്റെ പാസ്ബുക്കാണ് ഇത്. അപ്പോൾ ഇത് തുറക്കാൻ വേണ്ടിയിട്ട് 250 രൂപ, അതുപോലെ കൊച്ചിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ 2 എണ്ണം, കൊച്ചിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അമ്മയുടെ ആധാറിൻ്റെ കോപ്പി, ഇത്ര ഉണ്ടെങ്കിൽ നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. കൊച്ചിന് 18 വയസ്സാവുന്നോടം വരെ കൊച്ചിൻ്റെ ഗാർഡിയൻ സ്ഥാനത്ത് അമ്മയുടെ പേരാണ് വയ്ക്കുന്നത്. അമ്മയുടെയോ അപ്പയുടെയോ ആരാണ് ചേർക്കുന്നത് അവരുടെ പേരാണ് വയ്ക്കുന്നത്. പിന്നെ അതുപോലെ 21 വയസ്സാകുമ്പോൾ ഈ പൈസ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു സമയത്ത് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അത് ഉപകാരപ്പെടും. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇൻട്രസ്റ്റ് 8% ഹൈ ഇൻട്രസ്റ്റ് റേറ്റാണ്. പിന്നെ പെൺകുഞ്ഞുങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നു. പിന്നെ ഇത് നമ്മൾ തിരിച്ചെടുക്കണ നേരത്ത് വേറെ ടാക്സിൻ്റെ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ക്യാഷ് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ കയ്യിൽ എത്ര രൂപയാണോ മാസം വന്ന് ചേരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തോരം പൈസയാണോ ഉള്ളത് അതനുസരിച്ച് നമുക്ക് ഇതിൽ നിക്ഷേപിക്കാൻ വേണ്ടി പറ്റും. അതായത് 250 രൂപയെ കുറയരുത്, അത്രേ ഉള്ളൂ. ബാക്കി എന്തോരം വേണമെങ്കിൽ നമുക്ക് ഇടാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മുടെ ഇപ്പം ഞാനെങ്ങനെ ഇതിൻ്റെ അകത്ത് പൈസ ഇടാൻ വേണ്ടി സമ്പാദിക്കുന്നതെന്നറിയാമോ? ജിതിൻ ചേട്ടന് സാലറി കിട്ടുന്ന സമയമാകുമ്പോഴത്തേക്കിനും ഞാൻ ഒരു തുണിയൊക്കെ എടുത്ത് കാറ് കഴുകാൻ വേണ്ടി ഇറങ്ങും. കാറ് കഴുകി എങ്ങനെയാണോ ഒരു കാറ് സർവീസിന് കൊടുത്ത് അത് ക്ലീനാക്കി കിട്ടണേ ആ ഒരു രീതിയിൽ ഞാൻ കാറ് നല്ലപോലെ വാഷ് ചെയ്യും. അതുപോലെ തന്നെ ഷർട്ടൊക്കെ തേച്ച് അങ്ങിട്ട് കൊടുക്കും. പിന്നെ അതുപോലെ ബൈക്ക് കഴുകി കൊടുക്കും. എന്നിട്ട് സാലറി കിട്ടണ സമയത്ത് ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തു നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞ് എല്ലാം കാണിച്ചു കൊടുത്ത് ഞാൻ അങ്ങനെയാണ് ഈ അക്കൗണ്ടിലോട്ട് ഇടാനുള്ള പൈസ സമ്പാദിക്കുന്നത്. അതുപോലെ തന്നെ ജിതിൻ ചേട്ടന് ഇടയ്ക്ക് ബുക്ക് എടുത്ത് നോക്കിയിട്ട് പറയും, നിങ്ങളുടെ അമ്മ സമ്പാദിച്ച പൈസയാട്ടോ ഇത് എന്ന് പറഞ്ഞ് ഇത് കാണിച്ചു കൊടുക്കും. അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ ജിതിൻ ചേട്ടൻ്റെ ആൻറ്റിമാർ, ചേച്ചിമാർ അവരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഈ മക്കൾക്ക് എന്തെങ്കിലും ഉടുപ്പ് മേടിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൈസ കൊടുക്കും. ഞങ്ങൾ ആ പൈസയിൽ നിന്ന് ഒന്നുപോലും എടുക്കാതെ എങ്ങനെ നിക്ഷേപിക്കുകയാണ്. അത് ആ മക്കൾക്ക് കൊടുത്ത പൈസയാണ്. അത് ഞങ്ങൾ ആ മക്കൾക്ക് തന്നെ തിരിച്ച് ഇങ്ങനൊരു അക്കൗണ്ടിൻ്റെ രൂപത്തിലാക്കി ഇട്ട് അവരുടെ വിദ്യാഭ്യാസത്തിനൊക്കെ സമയമാകുമ്പോഴത്തേക്കിനും അങ്ങനെ എടുക്കും. പിന്നെ അതുപോലെ ഇവർക്കിപ്പോൾ ഒത്തിരി അങ്ങ് ഉടുപ്പിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. പിന്നെ ഒരു സന്തോഷത്തിന് തരുന്നു, നമ്മൾ ആ സന്തോഷത്തിന് കൊണ്ടുപോയി ഇങ്ങനെ ഇതുപോലെ അക്കൗണ്ടിൽ ഇട്ട് വയ്ക്കുന്നു. അപ്പം വളർന്ന് വലുതായി കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. ഇത് കണ്ട് ഇങ്ങനെ ആൻറ്റിമാർ തന്നാണ്, അങ്ങനെ ഇട്ട് വെച്ചിരുന്നതാണ്, അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ സൂക്ഷിച്ച് വെക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കൊരു മാതൃകയാക്കി കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നതിനോടൊപ്പം നമ്മൾ കൊടുക്കാനും കൂടെ ഒരു കൈ കൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. അപ്പം അവർക്ക് കുറച്ച് പൈസ പാവങ്ങളായിട്ടുള്ളവരെ ഒക്കെ വന്നു കഴിയുമ്പോൾ അർഹതപ്പെട്ടവർ എന്ന് തോന്നുന്നവർക്ക് ആ കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ കൊടുപ്പിച്ച് പഠിപ്പിക്കുക. അത് വളരെ ഒരു ഈശ്വരാനുഗ്രഹത്തിന് കാരണമാകുമെന്ന് തോന്നുന്നു. അപ്പം തോന്നുന്നു അല്ല, ഈശ്വരാനുഗ്രഹത്തിന് കാരണമാകും തീർച്ച. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു അക്കൗണ്ട് മക്കളുടെ പേരിലൊന്നും തുടങ്ങിയിട്ടില്ലാത്ത പേരൻസ് തീർച്ചയായിട്ടും ഇങ്ങനൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ആ മക്കൾക്ക് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ ഇതുപോലെ എങ്ങനെയെങ്കിലുമൊക്കെ കുറേശ്ശെ പൈസ ചുരുക്കൂട്ടി വെച്ചിട്ട് ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കുക. ഇപ്പം അത് വളരെ ഒരു പ്രയോജനപ്പെടുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതായത് ഇങ്ങനെ കുഞ്ഞു മക്കളുള്ള പേരൻസിനൊക്കെ തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക. ഇപ്പോൾ കണ്ടമാനം ഒത്തിരി വലിയ തുകയൊന്നും മാസാമാസം അടയ്ക്കേണ്ടതില്ലല്ലോ, കിട്ടുന്ന പോലെ അടയ്ക്കുക. അത് തന്നെ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടാനുള്ള കാരണം അതാണ്. നമ്മുടെ കയ്യിൽ എങ്ങനെ വന്ന് ചേരുന്നു അത് സൂക്ഷിച്ച് വെച്ച് അടയ്ക്കുക. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.